ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് SR ചലഞ്ചുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞാൻ രാവിലെ ഒന്നും പഠിക്കാനിരുന്നില്ല. ഇന്ന് ഏകദേശം ഒരു 10 മണി 10:30 പഠിക്കാനിരുന്നത്. അപ്പം മോളെയൊക്കെ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ പഠിക്കാനിരുന്നത്. അപ്പം എല്ലാ ദിവസത്തെയും പോലെ തന്നെ 10 പേജ് തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹിസ്റ്ററിയാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തിപ്പോൾ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി ഇത് രണ്ടും കംപ്ലീറ്റഡ് ആണ്. ഇനി നോക്കാനുള്ളത് ലോകചരിത്രമാണ്. ലോകചരിത്രം കറക്റ്റ് 10 പേജസ് ആണുള്ളത്. ഞാൻ എണ്ണി നോക്കി. എനിക്ക് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പഠിക്കുന്നതിൻ്റെ മുന്നേ ഇത്ര കാര്യങ്ങൾ ഇപ്പോൾ ടു ഡു ലിസ്റ്റിൽ ഇത്ര എഴുതിയിട്ടുണ്ട്, അത് എത്ര ഉണ്ടെന്ന് ഇങ്ങനെ മറച്ച് നോക്കും പേജ്. അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടേ ഞാൻ പഠിക്കാനിരിക്കുകയുള്ളൂ. എന്താണെന്നറിയില്ല, എനിക്കതൊരു അങ്ങനെ നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 10 പേജ് ഉണ്ട്. അപ്പോൾ ആ 10 പേജും കൂടെ കഴിഞ്ഞ് നമ്മൾ ഹിസ്റ്ററി പാർട്സ് കംപ്ലീറ്റഡ് ആണ് SCRTൻ്റെ. അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ വേഗം പഠിച്ച് തീർക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ മോളെ ഉറക്കിയിട്ട് റൂമിൽ തന്നെയാണ് ഇരുന്നത്. അതുകൊണ്ട് പിന്നെ ലൈറ്റ് ഒന്നും ഇട്ടില്ല. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവൾ തൊട്ടിയിലാണല്ലോ ഉറങ്ങുന്നത്. അപ്പോൾ വേഗം മൊത്തം വെട്ടടിക്ക് മേടിക്കും. ലൈറ്റ് ഇടാതെ ജസ്റ്റ് കട്ടൻ മാറ്റിയിട്ട് ആ ഒരു ലൈറ്റിൽ തന്നെ വെട്ടത്തിലാട്ടാണ് ഞാനിരുന്ന് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ലേശം കുറവുണ്ടാവും എന്ന് വിചാരിക്കരുത് നിങ്ങൾ. അങ്ങനെ ഞാൻ നോക്കി തുടങ്ങി. പിന്നെ എനിക്ക് വൈകുന്നേരം ഒരു ഷോപ്പിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ പരമാവധി പഠിച്ച് തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 10 പേജാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോകചരിത്രം കുറച്ച് എന്നെ സംബന്ധിച്ച് കുറച്ച് ടഫൊക്കെയാണ്. കുറച്ച് കാര്യമൊക്കെ മുന്നേ പഠിച്ചിട്ടുണ്ടെങ്കിലാണെങ്കിലും പിന്നെ കുറേ കാര്യമൊക്കെ കേട്ടിട്ടില്ലാത്തതൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചൊരു മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നാമത് എനിക്ക് ഹിസ്റ്ററി ഒന്നും ഇഷ്ടമല്ല. ഹിസ്റ്ററിനെക്കാളും ജിയോഗ്രഫി പഠിക്കാൻ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. ആദ്യം മുതലേ ഇഷ്ടമല്ല. പിന്നെ നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റി വെക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. 5 മാർക്ക് നമുക്ക് ഹിസ്റ്ററി പാർട്സ് മീൻസ് നമ്മുടെ വേൾഡും പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും ഒക്കെ എല്ലാം കൂടെ കൂട്ടി 5 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ 5 മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് പഠിക്കാൻ തന്നെ വേണം. അപ്പം നമ്മൾ നിർഭാഗ്യവശാൽ സ്കിപ്പ് ചെയ്തിട്ട് നമ്മുടെ എക്സാമിൽ ചിലപ്പോൾ നമ്മൾ വേൾഡ് ജിയോഗ്രഫിയിൽ കുറച്ച് കാര്യങ്ങൾ നോക്കില്ല, അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ പിന്നെ നമ്മൾ ഇഷ്ടമല്ലെങ്കിൽ കൂടി പഠിച്ചേ പറ്റുള്ളൂ. അപ്പം ഞാനതൊക്കെ നോക്കി തീർത്തു. പിന്നെ വൈകുന്നേരം മക്കൾ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് ക്രിസ്മസൊക്കെ അല്ലേ വരുന്നത്. നാളെ മക്കൾക്ക് സ്കൂളിൽ സെലിബ്രേഷനാണ്, ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പം ഗിഫ്റ്റ് എക്സ്ചേഞ്ചും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട ഗിഫ്റ്റൊക്കെ വാങ്ങണമായിരുന്നു. പിന്നെ കുറച്ച് അല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പം ഞാനും മക്കളും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോർണറിലേക്ക് പോയിട്ട് അപ്പോൾ ഹസ്ബൻഡ് അവിടെ സാധനങ്ങൾ എടുത്തോളാം, കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് നടക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു സ്റ്റേഷനറി ഐറ്റംസിൻ്റെ അങ്ങോട്ട് പോയിക്കോ, അവിടെ പോയി നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗിഫ്റ്റൊക്കെ നോക്കി. ആ കൂടെ തന്നെ പെൻ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രസം മാത്രമേ ഉള്ളൂ, കൈ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ അത് വാങ്ങിത്തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വാങ്ങി തരത്തില്ല. പിന്നെ ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഹൈലൈറ്ററൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് സ്റ്റേഷനറി ഐറ്റംസിനോട് ഇപ്പോഴും പണ്ടും ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. എന്താണെന്നറിയത്തില്ല, ഒരു ക്രേസ് തന്നെയാണ് അതിനോടൊക്കെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴും വാങ്ങി കൂട്ടാനൊക്കെ മക്കൾക്ക് വാങ്ങാനും ഇഷ്ടമാണ്, എനിക്ക് ഉപയോഗിക്കാനും ഇഷ്ടമാണ്. അപ്പം ഹൈലൈറ്ററൊക്കെ ഞാൻ കുറച്ചധികം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വേറെ ക്യാംലിൻ്റെ കുറച്ച് നല്ലതാണ്. എൻ്റെ അടുത്തുള്ളത് വേറൊരു കമ്പനീൻ്റെയാണ്. അപ്പോൾ ഇന്നാളൊരു തവണ വന്നപ്പോൾ ഞാൻ ഓറഞ്ച് ക്യാംലിൻ്റെ കണ്ടപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്യാംലിൻ്റെ കുറേ ടൈപ്പ് അവിടെ വന്നേക്കുന്നുണ്ട്. പിന്നെ ഞാൻ പുതിയതൊന്നും എടുത്തില്ല. എന്നെ ചിലപ്പോൾ ചീത്ത അറിയാം. ഹസ്ബൻഡ് പറയും കുറേ ഇരിപ്പില്ലേ, അത് തീർന്നിട്ട് എടുത്താൽ പോരേന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കുന്നത് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാനിപ്പം ജസ്റ്റ് ജേർണലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട സ്റ്റിക്കറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടേതായ രീതിയിൽ എന്തൊക്കെയോ നോക്കി. പിന്നെ 2 നോട്ട് ബുക്കൊക്കെ വാങ്ങിയിട്ട് മീൻസ് ഞാൻ ജേർണൽ എഴുതുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നോർമൽ ബുക്കിലാണ് എഴുതി തുടങ്ങി. അപ്പോൾ അവർക്കും അങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചെന്നേ എഴുതിക്കോട്ടെ, അങ്ങനെ അവർക്കും വാങ്ങിക്കൊടുത്തു. പിന്നെ നമ്മൾ അത്യാവശ്യം ബില്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റുഡിയോയിലേക്കാണ് പോയത്. അപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു ടോപ്പ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ഓഫറുള്ള സ്ഥലത്തേക്കൊക്കെ പോയി. അപ്പോൾ 2-3 ടോപ്പ് കിട്ടി. ഞാൻ പറഞ്ഞാൽ ഞാൻ ടീഷർട്ട് എടുക്കാറുണ്ട്. ടീഷർട്ടിൻ്റെ അവിടെ നോക്കിയപ്പോൾ ക്രോപ്പ് ടോപ്പായിട്ട് ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് വയറൊക്കെ ഉണ്ട്. എൻ്റെ ഏതൊരു വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പ്രഗ്നൻ്റ് ആണോ എന്ന്.
അല്ലാട്ടോ, ഞാൻ പ്രഗ്നൻ്റ് ഒന്നും അല്ല. മീൻസ് എൻ്റെ 3 ഡെലിവറിയും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് വയറ് ഇച്ചിരി അധികമുണ്ട്. പിന്നെ കുറച്ച് തടിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ആ വയറ് അത്ര വൃത്തികേടില്ലായിരുന്നു. അപ്പം ഞാൻ മെലിഞ്ഞപ്പം വയറ് മാത്രം ഇങ്ങനെ ഉന്തി നിൽക്കുന്നതാണ്, അല്ലാതെ പ്രഗ്നൻ്റ് അല്ല. പിന്നെ ചോദിക്കുന്നവരൊരു കുറ്റവും പറയാൻ പറ്റില്ല കേട്ടോ. കണ്ടാൽ അങ്ങനെ വിചാരിക്കും. നോർമലി എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നോടത്. അപ്പം പിന്നെ ഞാൻ വെച്ച് ക്രോപ്പ് ടോപ്പ് എടുക്കുന്നില്ല, മീൻസ് ക്രോപ്പായിട്ടുള്ള ടീഷർട്ട് ഞാൻ എടുത്തില്ല. രസമുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വയറുള്ളതുകൊണ്ട് എനിക്ക് അതൊരു കംഫർട്ടായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ ഞാൻ നോർമൽ ടോപ്പിലേക്ക് തന്നെ പോയി. വില കണ്ട് ഞാൻ വിലയുള്ള ഭാഗത്തൊന്നും വിലയില്ലാത്ത ഭാഗത്തേക്ക് വന്നു ഗേസ്. നമുക്ക് പറ്റുന്ന എടുക്കാമല്ലോ ചോദിച്ചു. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതുണ്ടായിരുന്നു, പാൻറ്റൊക്കെ നല്ല സൂപ്പറായിട്ടുള്ളതുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ടോപ്പ് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേ തപ്പി അതിൻ്റെ ഒരു ശീലമായിപ്പോയി. അപ്പം ഇഷ്ടമുള്ളത് എടുക്കാം. കുറേ തപ്പി ഞാനെടുത്തൊന്നും ഇല്ല, ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ളതൊന്നുമല്ല, കുഴപ്പമില്ലാത്ത ട്രെൻഡ്. അപ്പോഴത്തേക്കും മൂത്തവൻ പിന്നെ ആ ഒരു ചെരുപ്പിൻ്റെയൊക്കെ സെക്ഷനിൽ പോയിട്ട് ഒരു ചെരുപ്പ് എടുത്തിരുന്നു. നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ ചെരുപ്പിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ് ലിപ്സ്റ്റിക്ക്, കോസ്മെറ്റിക് സെക്ഷൻ. അങ്ങോട്ടേക്ക് വന്നിട്ട് നെയിൽ പോളിഷൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളി ഷെയ്ഡിലുള്ളതുണ്ടായിരുന്നു. ഞാനെല്ലാം ഇങ്ങനെ ജസ്റ്റ് നോക്കുന്നതിന് മാത്രമേ ഉള്ളൂ, ഒന്നും എടുത്തില്ല. ഇപ്പോൾ എടുത്തു തരാൻ പറഞ്ഞ ഒന്നും ഞാൻ എടുത്തില്ല, ഞാൻ ബാഗൊന്നും എടുത്തില്ല. പിന്നെ ഹസ്ബൻഡിനോട് എടുത്ത് തരുന്നത് എന്നോട് പറയും, ആദ്യം കയ്യിലുള്ളതൊക്കെ ഉപയോഗിച്ച് തീർക്ക്, എന്നിട്ട് പുതിയത് വാങ്ങിയാൽ മതി എന്ന് പറയും. പിന്നെ പറയുന്നത് തെറ്റ് പറയാൻ പറ്റില്ല, സത്യമല്ലേ. ഇതിനെ കുറേ വാങ്ങിക്കൂട്ടിയിട്ട് എന്തായാലും കാര്യം, ഉപയോഗിച്ച് തീർക്കണ്ടേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ നമുക്കൊരു മാളുണ്ട്, അവിടെ പോയി ജസ്റ്റ് അവിടെ നമുക്ക് ഗിഫ്റ്റിൻ്റെ ജസ്റ്റ് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാനാണ് അവിടെ വരെ പോയത്. അവിടെ പോയി വെറുതെ കുറച്ച് വീഡിയോസൊക്കെ പിടിച്ച് പിന്നെ നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിച്ച് പോരെ ചെയ്തപ്പോൾ രാത്രിയായി. നമ്മൾ തിരിച്ചു വന്നപ്പോൾ 7:30 പിന്നെ വീട്ടിലെത്തി ബാക്കി കുറച്ച് കാര്യങ്ങൾ ഏകദേശം ഇതൊക്കെ പണികളൊക്കെ തീർത്തിട്ടാണ് ഞാൻ പോയത്. പിന്നെ ജസ്റ്റ് ഫുഡൊക്കെ കഴിക്കാനും പിന്നെ മോളെ ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. നമ്മുടെ വാഹനത്തിൽ പോയിട്ട് തിരിച്ച് നല്ല തണുപ്പായിരിക്കും വരുമ്പോൾ, അതുകൊണ്ട് മോളെ കൊണ്ടുപോയില്ല. അവൾക്ക് കഫക്കെട്ടൊക്കെ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ മോൾക്ക് എന്താ പറയുക, അങ്ങനെ തണുപ്പടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോളെ ഞാൻ കൊണ്ടുപോയില്ല കേട്ടോ. അപ്പോൾ അതുപോലെ വയറിൻ്റെ ഇത് പറയുകയാണെങ്കിൽ എക്സസൈസ് ചെയ്താൽ വയറ് കുറേയൊക്കെ വർക്കൗട്ട് ചെയ്താൽ മാറും. പക്ഷേ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം പാല്, മുട്ട ഇതൊക്കെ നമ്മൾ കഴിക്കണം. അത് കഴിക്കാതെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നിന്നാൽ നമ്മൾ ഒന്നുകൂടെ ക്ഷീണിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ലാക്ടേഷൻ പീരീഡ് ആയതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പാലൊന്നും കുടിക്കരുത്, മുട്ടയൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ എക്സസൈസും ചെയ്തില്ല, കാരണം ഇതൊന്നും കഴിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ പഠിക്കാനിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഡൈനിങ് ഹാളിൽ ഇരുന്നാണ് പഠിച്ചത്. കാരണം മൂത്തവന് അവന് നാളെ ഒരു ക്രിസ്മസ് കാർഡ് മേക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 മണിയൊക്കെ ആകാനായിട്ടോ നമ്മൾ പിന്നെ ഇരുന്നപ്പോൾ പഠിക്കാനിരുന്നപ്പോൾ ചെറിയ ആളും ഉറങ്ങിയിട്ടില്ല, മൂത്തവനും ഉറങ്ങിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ മാത്രം അവനും ഉറങ്ങിയിട്ട്, അവൻ നല്ല ഉറക്കം വരുന്നുണ്ട്, അവൻ ഉറങ്ങി. പിന്നെ അവൻ്റെ കൂടെ എന്താണെങ്കിലും ഇരിക്കണം, കുഞ്ഞുവിൻ്റെ കൂടെ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അവനെ ശ്രദ്ധിക്കുകയും ചെയ്യാം. അപ്പോൾ അവന് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഷോർട്സ് എടുത്ത് കൊടുത്തിട്ട് അതുപോലെ ചെയ്യാൻ പറഞ്ഞു. ഒരു A4 ഷീറ്റിലാണ് അവനിരുന്ന് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പഠിക്കുന്നത്. മോളാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പേജും കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇതും കൂടെ തീർത്തിട്ട് ഇറങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം തീർത്തില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടായില്ല. നാളെ അത് പെൻഡിങ്ങിൽ വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. 10 പേജിൽ നിന്ന് ഞാനൊരു ചലഞ്ച് വെക്കുമ്പോൾ അത് തീർക്കണം എന്നൊരു ഇതിൽ തന്നെ ഞാൻ ഇരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി തീർക്കാൻ പറ്റുന്നത്, കാരണം വൈകുന്നേരം ഇങ്ങനെ പോകണമല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ മാക്സിമം ഇരുന്നിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പകൽ. അപ്പോൾ അത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവൻ കുറേ നേരമൊക്കെ ഇരുന്നിട്ട് അത് ചെയ്തു കേട്ടോ. പക്ഷേ അവന് ഈ എൻ്റെ മക്കളൊക്കെ ചില നേരത്തെ ഇവിടെ ഉറക്കാറുണ്ട്. 8:30-9 മണിക്കുള്ളിൽ അവരെ ഉറക്കും. കാരണം രാവിലെ 7 മണിക്ക് വിളിച്ചെണീപ്പിക്കുന്ന രാവിലെ 8:45 ബസ്സെങ്കിൽ 7 മണിക്ക് അവരെ വിളിക്കുക. എന്നാലാണ് ബാക്കി പരിപാടികളൊക്കെ ഫുഡൊക്കെ വളരെ പതുക്കെ അവർ കഴിക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ നേരത്തെ വിളിക്കലുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു 8:30 കിടക്കേണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു അവന് ഇരുന്നിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വന്ന് അവന് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര കോമഡിയാണ്. അപ്പോൾ അവന് കുറേയൊക്കെ വരച്ച് ഫ്രണ്ട് പേജൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ വരച്ച് ഇതാക്കി കഴിഞ്ഞ് ഉള്ളിലിങ്ങനെ വേവായിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ടിട്ട് അതിലിങ്ങനെ ഹാങ് ചെയ്യുന്ന ബൾബ്, സ്റ്റാർ ഹാങ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പിക്ചറാണ് വരയ്ക്കാൻ കൊടുത്തത്. അവനെ വേവ് തെറ്റിച്ച് വരച്ചിട്ട് ആ ലൈൻ തെറ്റിച്ച് വെച്ചിട്ട് അവനവിടെ കിടന്നിട്ട് ദേഷ്യം വന്നിട്ട് അത് ഇട്ടിട്ട് അവൻ പോയി. അപ്പം ഞാൻ പറഞ്ഞു പോയി കിടന്നുറങ്ങിക്കോ. എനിക്കും ദേഷ്യം വന്നു. ഞാൻ ഷർട്ട് ചെയ്തിട്ട് പറഞ്ഞു പോയി കിടന്നുറങ്ങിക്കോ, ഇനി നാളെ ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞ് 6 മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് പിന്നെ ഞാൻ ഇരുന്നിട്ട് കുറേ നേരം കൂടെ നോക്കിയിട്ടോ. അവൻ മോളുറങ്ങിയിട്ടില്ല, ഹസ്ബൻഡാണെങ്കിൽ അവിടെ ഹാളിലുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കാൻ വെച്ചു. കാരണം റൂമിൽ കയറി കഴിഞ്ഞ് ബെഡ് കണ്ടാൽ എനിക്ക് എന്താണെന്നറിയില്ല, ഉറക്കം വരും കേസ്.
അങ്ങനെയാണ്. പകലൊരു കുഴപ്പമില്ല കേട്ടോ, രാത്രിയായി എനിക്ക് അങ്ങനെയാണ്. പിന്നെ എന്നാൽ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങ് റൂമിലേക്ക് പോകണം. മോളുറങ്ങുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. മോള് പകൽ അത്യാവശ്യം നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പകൽ ഉറങ്ങിയതുകൊണ്ട് മോള് രാത്രിക്ക് ഉറക്കം കുറവാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്താണേലും മോള് 11 മണിക്ക് ആവും ഉറങ്ങുമ്പോൾ, ആ ടൈമിലിരുന്ന് പഠിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതാണ് അവനുണ്ടാക്കിയ കാർഡ്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കിഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. കാരണം ഈ തേർഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന പിള്ളേരിങ്ങനെ നോക്കിയാണെങ്കിലും ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഇതൊക്കെ കാണുമ്പോൾ. പക്ഷേ ഉള്ളിൽ ഇത് തെറ്റിയെന്നും പറഞ്ഞിട്ട് എല്ലാം അവിടെ വലിച്ചെറിഞ്ഞിട്ട് പോയി. പിന്നെ അവനെങ്ങനെയാണ് കേട്ടോ, രണ്ടുപേരും രണ്ട് ടൈപ്പാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ അവൻ എന്തെടുത്തോ, അവൻ്റെ ബോക്സ് എടുത്തോ അല്ലെങ്കിൽ അവൻ്റെ ബുക്സ് എടുത്തോ എന്താണെങ്കിലും അവനെടുത്തു അവൻ്റെ പഠിത്തം കഴിഞ്ഞാൽ കൊണ്ടുവെക്കും. മൂത്തയാൾ നേരെ തിരിച്ചാണ്, എന്തെടുത്താലും അവൻ അവിടെ ബുക്ക് മടക്കി വെച്ചിട്ട് ചിലപ്പോൾ മടക്കി പോലും വെക്കത്തില്ല, അവൻ അങ്ങനെ പോകും. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ രണ്ടുപേരെയും പിന്നെ ആ ഒരു രീതിയിലാണ്. രണ്ടുപേരെയും ഞാൻ പഠിപ്പിച്ചില്ല, രണ്ടുപേരോടും എടുത്ത് വെക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ മറ്റവനെ എടുത്ത് വെക്കത്തില്ല. പിന്നെ ഞാനതൊക്കെ എടുത്ത് വെച്ച് കുറച്ച് നേരം കൂടെ നോക്കിയിട്ട് ഏകദേശം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കിടന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നിങ്ങളുടെ റിയാക്ഷൻസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.